അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. മറ്റൊരാൾക്ക് നന്മ ആഗ്രഹിക്കലും അതോടൊപ്പം അയാൾക്ക് നൽകാനുള്ള ബാധ്യതകളെല്ലാം കൃത്യമായി നൽകുകയും ചെയ്യുന്ന രീതിയെയാണ് ഇസ്ലാം നസീഹത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഗുണകാംക്ഷ എന്ന് നമ്മൾ സാധാരണയായി അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താറുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദീനു അന്നസീഹ, മതം എന്നാൽ ഗുണകാംക്ഷയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അല്പം കൂടി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരോടെല്ലാമുള്ള നസീഹത്ത്, ആരോടെല്ലാമുള്ള ഗുണകാംക്ഷ, ലില്ലാഹി വലി കിതാബിഹി വലി അഇമ്മത്തുൽ മുഅ്മിനീന വ ആമത്തിഹിം. ഒന്നാമതായി അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ, അള്ളാഹുവിനോടുള്ള നസീഹത്ത്. എന്താണ് നസീഹത്ത് അള്ളാഹുവിനോടെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അള്ളാഹുവിന് നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുക, അവന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്കും നൽകാതിരിക്കുക, അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള നസീഹത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാനുള്ളത്. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഖുർആനിനോടുള്ള നസീഹത്ത്, ആ ഖുർആൻ നമ്മൾ പഠിക്കുകയും അത് പ്രവൃത്തിബോധത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. പിന്നീട് വലിയ അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ, ഇമാമുമാർ എന്ന് പറയുമ്പോൾ മതപരമായ രംഗത്തുള്ള നേതൃത്വവും അതേപോലെ മുസ്ലിങ്ങളിൽപ്പെട്ട ഉമറാക്കളും ഇതിലുൾപ്പെടുന്നു. പണ്ഡിതന്മാരോടുള്ള ബാധ്യത എന്ന് പറയുമ്പോൾ, അവരോടുള്ള നസീഹത്ത് എന്ന് പറയുമ്പോൾ മതപരമായ വിഷയങ്ങളിൽ അവരോട് വിധികൾ അന്വേഷിക്കുകയും അവരിൽ നിന്ന് കൂടുതൽ അറിവ് നേടുകയും അവരെ അനുസരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഉമറാക്കളോടുള്ള, ഭൗതികമായ ഭരണാധികാരികളോടുള്ള നസീഹത്ത് എന്നത് തീർച്ചയായും പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആ ഭരണാധികാരികളെ സഹായിക്കുകയും ആ ഭരണാധികാരികളോട് ഐക്യപ്പെട്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. വഅമ്മത്തിഹിം, പൊതുജനങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറയുമ്പോൾ മതപരമായ അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും അവരിൽ ഇസ്ലാമികമായ ബോധം ജനിപ്പിക്കുകയും ഇസ്ലാമികമായി ഇസ്ലാമിനോട് അടുത്തവനെ ഒരിക്കലും അകറ്റാതിരിക്കുകയും ഇസ്ലാമുമായി അകന്നു നിൽക്കുന്നവനെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യുക, ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഈ കാര്യങ്ങളാണ് ആമത്തിനോടുള്ള നസീഹത്ത്. ഈ നസീഹത്തുകളെല്ലാം കൃത്യമായി പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.